നമ്മള് റോമാലേഖനം 8-ാം അധ്യായമായിരുന്നല്ലോ പഠിച്ചുകൊണ്ടിരുന്നേ. കഴിഞ്ഞ ദിവസം ഒരു ശവസംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തില് അവിടെ ആയിരുന്നപ്പോ 8-ന്റെ 1-ാമത്തെ വാക്യം കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. റോമർ 8-ന്റെ 1. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തില്, വെളിപ്പാട് പുസ്തകം 14-ന്റെ 13 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുക എന്നുള്ളൊരു പദപ്രയോഗമാണ് വന്നിരിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിലും അതിന് സമാനമായൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. 1 തെസ്സലോനി 4-ന്റെ 16-ാമത്തെ വാക്യത്തിൽ, 1 തെസ്സലോനി 4-ന്റെ 16-ൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും. വെളിപ്പാട് പുസ്തകത്തിലും തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനി 4-ന്റെ 16-ലും വായിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലാണ് ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്നാണെങ്കിൽ, ഇവിടെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും. അപ്പൊ ക്രിസ്തുവിൽ ഒരാളെങ്ങനെ മരിക്കുന്നത്? നമുക്കറിയാം, ഒരാൾ മരിക്കുന്നത്, ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിലേ അയാൾക്ക് മരിക്കാൻ പറ്റത്തുള്ളൂ. ജനിക്കാത്തൊരു മനുഷ്യനൊരിക്കലും മരിക്കത്തില്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട്, 2 Corinthians 5:17. ഓർമ്മയുണ്ടോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പം വീണ്ടും ജനനത്തിലൂടെയാണ് നമ്മൾ ക്രിസ്തുവിലാകുന്നത്. റോമർ 8-ൽ നമ്മൾ എന്താ വായിക്കുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പൊ ഒരാൾ വീണ്ടും ജനനത്തിലൂടെയാണ് ക്രിസ്തുവിലാകുന്നത്. നമുക്കറിയാം, ക്രിസ്തുവിലായ ഒരാൾ എന്ത് ചെയ്യണം? ജനിച്ചൊരു കുഞ്ഞ് എന്ത് ചെയ്യണം? വളരണം, അല്ലേ? ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ഒട്ടും വളരുന്നില്ലെങ്കിലോ? അതിനെക്കുറിച്ച് 1 Corinthians പറയുന്നത്, നിങ്ങള് ശിശുക്കളാണ്, ജഡികന്മാരാണ്, ശേഷം മനുഷ്യപോലെ നടക്കുന്നവരാണ്. ജഡികന്മാരെന്ന് പറഞ്ഞാൽ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവര്. ജഡത്തെ അനുസരിച്ച് നടന്നാൽ എന്ത് പറ്റും? റോമർ 8:12, സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച്, ജഡത്തിനല്ല കടക്കാരായിരിക്കും, ജഡത്തെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആ മരണം എന്ന് പറയുന്നത് ആത്മമരണം, ആത്മാവിലുള്ള മരണമാണ്. വീണ്ടും ഒരിക്കൽ ജനിച്ചിട്ട് വീണ്ടും നമ്മള് പാപത്തിൽ ജീവിക്കുന്ന വഴി സംഭവിക്കുന്ന ഒരു മരണമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിലെ, റോമാലേഖനത്തിലെ, തെസ്സലോനിക്ക ലേഖനത്തിലെല്ലാം വരുമ്പോ അങ്ങനെയുള്ളവരെ വിട്ടൊഴിയാൻ പറയുന്നുണ്ട്. 2 തിമോഥെയോസ് 3:6 ഇങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. തെസ്സലോനിക്ക പറഞ്ഞത്, ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടെയും അകന്നുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്കറിയാം, ക്രിസ്തുവിൽ ജനിച്ച ഒരാൾ വളരുന്നത് എങ്ങനെയാണെന്ന് 1 പത്രോസ് 2-ന്റെ 2-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അങ്ങനെ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ വളർന്ന്, ക്രിസ്തുവിൽ മരിക്കുന്നവരാ ഭാഗ്യവാന്മാർ. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ഒരു അപകടമുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ 4-ാമത്തെ വാക്യം, ഗലാത്യർ 5:4, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്നുള്ള പ്രബോധനം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്വന്തം പ്രവൃത്തികൾക്കനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മനസ്സിനും ജഡത്തിനും വികാരത്തിനും അനുസരിച്ച് നടന്നാൽ എന്ത് സംഭവിക്കും? മരിക്കും നിശ്ചയം. അപ്പം ക്രിസ്തുവിൽ എന്ന് പറയുന്ന പദപ്രയോഗത്തിന്
വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മള് ക്രിസ്തുവിലാണോ എന്നുള്ളത് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മള് വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മള് 2 കൊരിന്ത്യർ 13-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 2 കൊരിന്ത്യർ 13:5 നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരാത്തവരല്ല എന്ന് വരികിൽ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നുവല്ലോ. അപ്പം വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരാൾക്ക് ക്രിസ്തുവിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. വിശ്വാസത്താലാണ് നമ്മൾ ക്രിസ്തുവില് നിൽക്കുന്നത്. അപ്പൊ ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ തന്നെ തുടർന്ന് അപ്പോസ്തലൻ പറയുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 5-ാം വാക്യം 5:5 ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കും, ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം എന്ന് പറഞ്ഞിട്ട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പം വീണ്ടും അതിന്റെ 15-ാമത്തെ വാക്യം ഗലാത്യർ 6:15 നമ്മളിങ്ങനെ വായിക്കുന്നു, പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്പൊ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അവനൊരു ശിശുവിനെ പോലെയാ വീണ്ടും ജനിച്ച്. ആ വീണ്ടും ജനിച്ച ഒരാള് കർത്താവ് സാത്താനോട് പറഞ്ഞ പോലെ മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, അപ്പം നമ്മുടെ ശാരീരികമായ വളർച്ചയ്ക്കും ആരോഗ്യത്തിന് ഉതകുന്നു. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പൊ ക്രിസ്തുവേശുവിലുള്ള ഒരാള് വിശ്വാസത്താൽ ദൈവവചനത്താലാണ് ജീവിക്കുന്നത്. ഒരു ശിശു വളരുന്നത് പോലെ അവൻ ദിനംതോറും ക്രിസ്തുവില് വളർന്നുകൊണ്ടായിരിക്കുന്നത്. ഈ ക്രിസ്തുവിൽ നിന്നുള്ള പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുതിയ നിയമത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വാക്യങ്ങൾ നോക്കാം. വേദപുസ്തകമുള്ളവരെല്ലാവരും ആ ഭാഗങ്ങളൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഒരാൾ ക്രിസ്തുവിലാണെങ്കിൽ ആ ആളിൽ എന്തുണ്ടാവും? ക്രിസ്തുവേശുവിലുള്ള അതേ ഭാവം. അവൻ വളരും തോറും അതേ പ്രകൃതിയിൽ അല്ലെങ്കിൽ അതേ പ്രതിമയായിട്ട് അവന്റെ ജീവിതത്തിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഫിലിപ്പിയർ 4:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഒരാൾ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ തുടങ്ങുന്ന നിങ്ങൾ ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും, ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും. ഇനി അതിന്റെ 1:14 വരുമ്പോൾ അവനിൽ നമുക്ക് പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ക്രിസ്തുവിലായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ പാപങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉള്ളൂ. അതുകൊണ്ടാണ് റോമർ 8 നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവേശുവിലുള്ളവർക്ക്. തുടർന്ന് അങ്ങനത്തെ കുറെ വാക്യങ്ങളുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പം. കൊലോസ്യർ 1:28 ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്
ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. അതിൽ 2:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ശരീരം കൊണ്ട് ദൂരത്ത് ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ഇനിയും 2:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരം തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇനിയും തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 തെസ്സലോനിക്ക എഴുതിയ ലേഖനം 1:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പൗലോസും സില്ലനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക്, യേശു ക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക്. ഇനി 1:14 വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, വിശ്വസിക്കുന്ന 13 വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ക്രിസ്തുവിലുള്ള ഒരാൾക്ക് അവന് വിശ്വാസമല്ല, ക്രിസ്തുവിൽ വസിക്കുന്ന ആ ക്രിസ്തുവിൽ ഈ വിശ്വാസം വ്യാപരിച്ചുകൊണ്ടേ ഇരിക്കും. അതുപോലെ 14-ാമത്തെ വാക്യം 13 കഴിഞ്ഞ് 14 സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക്, അവിടെ അതേ പദപ്രയോഗം പിന്നെ വരും, ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക്. ഇനി 4:16 നമ്മളിപ്പോ നേരത്തെ ആദ്യം ചിന്തിച്ച വാക്യമാണ്, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും. 2 തെസ്സലോനിക്ക 1:1 വീണ്ടും അപ്പോസ്തലൻ എഴുതുമ്പോൾ അതേ പദപ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയും. പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക്. അതിൽ 1 തീമോഥെയോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ 1:1 തീമോഥെയോസ് അല്ല, 2 തീമോഥെയോസ് 1:1 നമ്മളിങ്ങനെ വായിക്കുന്നത്, ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം, ക്രിസ്തുവേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം. തുടർന്ന് 1:9 നമ്മളിങ്ങനെ വായിക്കുന്നു, അതിന്റെ അവസാന ഭാഗത്ത്, ക്രിസ്തുവേശുവിൽ നമ്മൾക്ക് നൽകിയിരിക്കുന്നതും, ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. ഇനി 1:13 വരുമ്പോൾ അവിടെ എന്നോട് കേട്ട പത്യവചനം, നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ഇനി 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, എന്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. തുടർന്ന് 3:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും. അവിടെ ക്രിസ്തുവിൽ എന്നുള്ള പദപ്രയോഗം വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി 1 കൊരിന്ത്യയിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിലെ 1 കൊരിന്ത്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ അവസാന ഭാഗത്തായിട്ട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, 1 കൊരിന്ത്യർ 1 30-ാമത്തെ വാക്യം, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. ഇനി അതിന്റെ 1:4 അവിടെ വീണ്ടും 4-ാം വാക്യത്തിൽ വീണ്ടും, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം എന്നാണ് നമ്മൾ വായിക്കുന്നത്. തുടർന്ന് അതിന്റെ 1 കൊരിന്ത്യർ 1-ന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ
തുടങ്ങുന്നത്, അവരിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. തുടർന്ന് 1:9 നമ്മൾ വായിക്കുമ്പോൾ, തന്റെ പുത്രൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അതുപോലെ 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ അവിടെ 17 അവസാന ഭാഗത്ത്, ഞാൻ എങ്ങും ഏത് സഭയിൽ ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ. തുടർന്ന് 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒമ്പതാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അവിടെ അപ്പോസ്തലൻ എഴുതുമ്പോൾ അതിന്റെ അവസാനം, കർത്താവിൽ എൻ്റെ അപ്പോസ്തലത്തിന്റെ മുദ്ര. കർത്താവിൽ. അവിടെ വീണ്ടും ആ പദപ്രയോഗം വരുന്നു. ഇനി 2 കൊരിന്ത്യർ 2:14 2 കൊരിന്ത്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജീവോത്സവമായി നടത്തുകയും, അവിടെ ആ ക്രിസ്തുവിൽ എന്നുള്ള ആ പദപ്രയോഗം വീണ്ടും വരുന്നുണ്ട്. ഇനി 2:17 നമ്മളിങ്ങനെ വായിക്കുന്നു. അതിന്റെ അവസാന ഭാഗത്ത് ഞങ്ങൾ 17-ാം വാക്യം, ഞങ്ങൾ ദൈവത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയോടും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ക്രിസ്തുവിൽ സംസാരിക്കുന്നു. തുടർന്ന് അതിന്റെ 3:4 ഈ വിധ ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഇനി 3:14 ഇതിന്റെ അവസാന ഭാഗത്ത് അത് മൂടുപടത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ല. വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിലേ ഉള്ളൂ. നമുക്ക് സ്വയമായിട്ട് പിന്നെ നിൽക്കാനായിട്ട് കഴിയത്തില്ല. പിന്നെ നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നു, ക്രിസ്തുവിൽ സംസാരിക്കുന്നു, ക്രിസ്തുവിൽ ചിന്തിക്കുന്നു, ക്രിസ്തു നമ്മളിലൂടെ സംസാരിക്കുന്നു, ക്രിസ്തു നമ്മളിലൂടെ ചിലതൊക്കെ ചെയ്യുന്നു. അപ്പം അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ്, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ. അപ്പൊ നമ്മൾ ക്രിസ്തുവിലാകാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ഒന്നും സംഭവിക്കത്തില്ല. അതിന്റെ അനന്തരഫലം എന്താന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് 1 കൊരിന്ത്യർ പറഞ്ഞിരിക്കുന്നത്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെ തന്നെ പ്രശംസിക്കാനൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനെ നമുക്ക് പ്രശംസിക്കാനുള്ളൂ. അല്ലെ, കർത്താവ് ഒരു ഭാഗത്ത് പറഞ്ഞിട്ട്, കർത്താവ് എന്നിലൂടെ ചെയ്തതല്ലാതെ ഒന്നിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മൾ കർത്താവിൽ വസിക്കുന്നതിന്റെ അനന്തരഫലമായി നമ്മളിലൂടെ യോഹന്നാനി കർത്താവ് പറഞ്ഞ പോലെ, എന്നിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ആ മരിച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഇരുന്നപ്പോ ഈ വാക്യങ്ങള്, ആഴത്തിലുള്ള പല വാക്യങ്ങളും എൻ്റെ ഓർമ്മയിൽ കൂടെ വന്നു. പലപ്പോഴും നമ്മളിത് ഉപരിപ്ലവമായിട്ടാണ് പറയുന്നത്, വെറുതെ അങ്ങ് പറഞ്ഞു പോവുക. അങ്ങനെ പറഞ്ഞിട്ട് എനിക്കറിയാം, വ്യക്തിപരമായിട്ട് ഈ മരിച്ചയാളെ അറിയാം. ഒരു വീണ്ടും ജനത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാതാപിതാക്കളൊക്കെ പെന്തക്കോസിലോട്ട് വന്നത് കൊണ്ട് പുള്ളിയും പെന്തക്കോസി വന്നു എന്നുള്ളത് അല്ലാണ്ട്, കർത്താവ് പറഞ്ഞ പോലെ, കർത്താവ് എങ്ങനെ പറഞ്ഞൊരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് എങ്ങനെയാ? വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടാണ് അറിയുന്നത്. ഒരാൾ ക്രിസ്തുവിലായി എന്ന് പറഞ്ഞാൽ നമ്മൾക്കത് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അംഗീകരിക്കുന്നത്? ഫലം കൊണ്ടാണ്. നമ്മുടെ ഫലമാണ്. അതോടെ 1 കൊരിന്ത്യർ 5:17 പറഞ്ഞ, ഒരു ക്രിസ്തുവിലെ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാലും സകലവും പുതുതായി തീർന്നു. ക്രിസ്തുവിലായ ഒരാളുടെ വ്യക്തിത്വത്തിൽ, ഒരാളുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, അവന്റെ ജീവിതത്തിന്റെ സകല തലത്തിലും ഫലം കൊണ്ടാണ് നമ്മൾ അവരെ തിരിച്ചറിയുന്നത്.
നമ്മള് റോമാലേഖനം 6:21 ഇങ്ങനെ വായിക്കുന്നു, അന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ ലജ്ജ തോന്നുന്നു തന്നെ, അതിന്റെ അവസാനം മരണം അത്രേ. മുമ്പേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നടപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നാറുണ്ടോ? ഒരു പുതിയ സൃഷ്ടിയാണെങ്കിൽ അവൻ പുറകോട്ട് നോക്കുമ്പം അവന് ലജ്ജ തോന്നും. താൻ ഇത്രയും കാലം ജീവിച്ച വഴികളെക്കുറിച്ച്, ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച്, സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച്, ചിന്തിച്ചതിനെക്കുറിച്ച്, അവന്റെ ഇടപാടുകളെക്കുറിച്ച് അവന് ലജ്ജ തോന്നും. ക്രിസ്തുവിലായ ഒരാളെ സംബന്ധിച്ച് അവന്റെ ഒരു പ്രത്യേകത ഇതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജ കൊണ്ട് അവൻ തലകുനിക്കും, തന്റെ മുമ്പിലത്തെ നടപ്പിനോടുള്ള ബന്ധത്തിൽ. നമ്മൾ പലപ്പോഴും തീത്തോസിന്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് അപ്പോസ്തലൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന 3-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, മുമ്പേ നാമും, തീത്തോസ് 3:3, മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം പകിക്കുന്നവരും ആയിരുന്നുവല്ലോ. മുമ്പേ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആയിരുന്നുവല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ഇന്ന് അങ്ങനെ അല്ലെന്നാ. അപ്പം അങ്ങനെ ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഫലങ്ങള് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും. അവന്റെ സംസാരം, ഇടപാടുകള്, കൊടുക്കൽ വാങ്ങലുകൾ, ഇടപെടലുകൾ, ഇതെല്ലാം ഒരു പുതിയ സൃഷ്ടിയുടെ സ്വഭാവവിശേഷം അവന് കാണാൻ കഴിയും. മറ്റുള്ളവർ നോക്കുമ്പം, പണ്ടത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, പെന്തക്കോസിന്റെ ആരംഭകാലത്ത് ഒരു പറച്ചിലുണ്ടായിരുന്ന അവന്, നല്ല പാല് കിട്ടുന്ന പെന്തക്കോസുകാരന്റെ വീട്ടിൽ ചെല്ലണം, അല്ലാത്തതിനെല്ലാം മായമുള്ള പാലേ കിട്ടത്തുള്ളൂ, എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർന്ന പാലേ കിട്ടത്തുള്ളൂ. പക്ഷെ ഒരു പെന്തക്കോസുകാരന്റെ വീട്ടിൽ ചെന്നാൽ ശുദ്ധമായ പാല് കിട്ടും. അതാ പറഞ്ഞത്. പുതിയ സൃഷ്ടിയാണ്, അവന്റെ സ്വഭാവ വ്യത്യാസം വന്നു, അവനെ മറ്റുള്ളവർക്ക് വിശ്വാസം വരും. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അവൻ ഒരിക്കലും വഞ്ചന കാണിക്കത്തില്ല, ചതിക്കത്തില്ല, കള്ളം പറയത്തില്ല, ആരുടെയും കുറ്റം പറയത്തില്ല. ഇങ്ങനെ ഒത്തിരി സ്വഭാവവിശേഷങ്ങൾ അവനിൽ കാണാം ഒരു ക്രിസ്തുവിലായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് കർത്താവ് വളരെ ശക്തമായിട്ട് പറഞ്ഞു, ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും കായ്പാൻ കഴിയത്തില്ല. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ആകാത്ത വൃക്ഷം, ഫലം കായ്ക്കുന്ന വൃക്ഷം എല്ലാം വെട്ടി വേരോടെ തീയിലിട്ട് ചുട്ടുകളയുന്നു. യാക്കോബോസ്തലൻ അതിനെ കുറിച്ച് വേറെ തരത്തിലാണ് പറഞ്ഞു, ഒരേ ഉറവയിൽ നിന്ന് മധുരമുള്ള വെള്ളവും കയ്പുള്ള വെള്ളവും പുറപ്പെടത്തില്ല. അപ്പം ഒരാള് അങ്ങനെ ക്രിസ്തുവിനായി വീണ്ടും ജനിച്ച ഒരു വ്യക്തി ക്രിസ്തുവിൽ വളരുമ്പം, നമ്മൾ റോമർ 8:28 നമ്മളെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനായിട്ട് മുൻനിയമിച്ചിരിക്കുന്നു. അപ്പം പണ്ട് നമ്മൾ ആദാമ്യ സ്വഭാവമുള്ളവരായിരുന്നു, പാപ സ്വഭാവമുള്ളവര്, നമ്മൾ മുഴുവൻ പാപമായിരുന്നു, നമ്മളിൽ നന്മയൊന്നുമില്ലായിരുന്നു. പക്ഷെ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്ത റോമർ 7 അപ്പോസ്തലൻ പറയുന്നേ, നന്മയുള്ള ആഗ്രഹം എനിക്കുണ്ട്, ഞാൻ ഉള്ളം കൊണ്ട് ദൈവത്തിന്റെ വചനത്തിലാണ് സന്തോഷിക്കുന്നത്. അപ്പൊ നമ്മുടെയും വീണ്ടും ജനിച്ച് ക്രിസ്തുവിനൊരാളുടെ പ്രത്യേകത, അവന്റെ ഉള്ളം കൊണ്ട് എപ്പോഴും അവന് ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവേഷം ചെയ്യണം എന്നുള്ളതായിരിക്കും അവന്റെ ആഗ്രഹം. അവന്റെ ശൈശാവസ്ഥ പലപ്പോഴും അവൻ വീണു പോകുന്നുണ്ടാവാം, പക്ഷെ ഒരിക്കലും അവനത് തുടരത്തില്ല. വീണാൽ ഉടനെ ചാടി എഴുന്നേക്കും, അനുദമിക്കും, ക്ഷമ ചോദിക്കേണ്ടത് ക്ഷമ ചോദിക്കും, കാര്യങ്ങൾ ക്രമപ്പെടുത്തും, വീണ്ടും മുന്നോട്ട് നടക്കാനായിട്ട് തുടങ്ങും. പുതിയ സൃഷ്ടിയുടെ പ്രത്യേകതയാണ്. പക്ഷെ പഴയ ഒരു സൃഷ്ടിയാണെങ്കിൽ ഇപ്പോഴും ക്രിസ്തുവിലായിട്ടും പഴയ സൃഷ്ടിയുടെ മനോഭാവമുള്ളവരാണെങ്കിൽ തന്റെ വീഴ്ചകളായിരിക്കും, തന്റെ വീഴ്ചകൾ കാരണം താനല്ല മറ്റുള്ളവരാണെന്ന് പറയും. എപ്പോഴും വിരൽ മറ്റുള്ളവരോട് ചൂണ്ടിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ കുറിച്ചായിരിക്കും അവന് പരാതികളും പിറുപിറുപ്പും കുറ്റപ്പെടുത്തലും. പക്ഷെ പുതിയ സൃഷ്ടി ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തത്തില്ല. അവൻ എപ്പോഴും വിരൽ തന്നിലേക്ക് തന്നെയാണ് ചൂണ്ടുന്നത്. ഞാനാണ് കുഴപ്പക്കാരൻ, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ ഒരു നന്മയും ഇല്ല എന്നുള്ളൊരു നിലവിളി അവന്റെ ഉള്ളിൽ എപ്പോഴും കാണാം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ വാക്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവുക. ഞാൻ ആ ശുശ്രൂഷയിലായിരുന്ന സമയത്ത് ഒരാള് പോലും പാപം വിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടില്ല.
എല്ലാരും ഒരു വ്യാജമായ ആശ്വാസവാക്കുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാരും പറഞ്ഞ് ഈ സഹോദരനെ നിത്യവെച്ച് കാണാമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുന്നതിനിടയായി തീർന്നു. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നല്ല അന്ധമായ വിശ്വാസമാണ്. ഇപ്പം ഒരിക്കല് ശൗല് അമലേക്ക് രാജാവിനെ പിടിച്ചോണ്ടാ വന്നത്. അപ്പൊ ശൗമേലിനെ അഭിമുഖീകരിച്ചപ്പം തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ രാജാവ് എന്താ പറഞ്ഞത്? എന്റെ മരണഭയം നീങ്ങിപ്പോയി. പക്ഷേ ശൗമേൽ എന്താ പറഞ്ഞത്? അവനെ വെട്ടി കൊന്നുകളഞ്ഞു. ചില നിമിഷങ്ങൾക്ക് മുമ്പ് മരണഭയം നീങ്ങിപ്പോയെന്ന് പറഞ്ഞ ആളെ വെട്ടിക്കൊന്നുകളഞ്ഞു. ഞാൻ പറയുന്നൊരു കാര്യം, ഒരു വ്യാജമായ ആശ്വാസത്തിൽ നമ്മൾ ജീവിക്കാൻ സാത്താൻ എപ്പോഴും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. പാപം ചെയ്തതിന് ശേഷം, പാപത്തിൽ ജീവിച്ചതിന് ശേഷം അത് സാരമില്ല എന്നുള്ളൊരു ചിന്താഗതി എപ്പോഴും സാത്താൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാനിടയായി തീരും. ദൈവത്തിന് വിരുദ്ധമായ ഒരു ചിന്താഗതി. ദൈവം മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ പറഞ്ഞു നീ മരിക്കയില്ല നിശ്ചയം. 1 പത്രോസ് 2 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആത്മാഭിലാഷം അല്ല പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവ് നീതിക്ക് വേണ്ടി ദാഹിക്കുമ്പം ജഡം പാപത്തിന് വേണ്ടിയാണ് ദാഹിക്കുന്നത്. സാത്താൻ ജഡത്തിലൂടെ നമ്മൾ വഞ്ചിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ കൽപ്പനകളൊന്നും അത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. അത് ലംഘിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അല്ല എങ്കിൽ ലംഘിച്ചാൽ പോലും എന്ത് ചെയ്താൽ മതി? ഒന്ന് ഏറ്റു പറഞ്ഞാൽ മതി. പക്ഷെ സദൃശ്യം 28:13 നമ്മൾ എന്താ വായിക്കുന്നത്? അകൃത്യങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ. അപ്പൊ ഈ ക്രിസ്തുവിലെ ഒരാളുടെ ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ നിരന്തരമായിട്ട് പാപത്തോട് പോരാടുകയും പാപത്തെ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. 2 പത്രോസ് 2:1-24 നമ്മൾ വായിക്കുന്ന 2:24 നമ്മൾ വായിക്കുന്ന എന്താ? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനാ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് പോയി. നമ്മൾ പാപത്തിന് മരിച്ചാൽ മാത്രം പോരാ, മരിച്ച ഒരാളിൽ നിന്ന് ഒരു ഫലം ഉണ്ടാവത്തില്ല. പക്ഷെ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് നീതിയുടെ ഫലങ്ങൾ ഉണ്ടാകും. ദൈവ സ്വഭാവം അവന് വർദ്ധിച്ചു വരും. അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അവനെ കണ്ടുമുട്ടുന്നവർക്ക് അത് അനുഭവിക്കാനായിട്ട് കഴിയും. ഇപ്പൊ ഒരു മദ്യപാനി മാനസാന്തരപ്പെട്ടു നമ്മൾ എപ്പോഴാ പറയുന്നത്? മദ്യപാനം നിർത്തുമ്പോഴാണ്. അവൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടായില്ല, അവൻ അതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ മദ്യഷാപ്പിലേക്ക് പോകുന്നത് കണ്ടാൽ നമുക്കറിയാം അതൊരു വഞ്ചനയാണ്, തന്നെത്താൻ വഞ്ചിക്കുന്ന മനോഭാവമാണ്. ഇന്ന് നമ്മുടെ ക്രിസ്ത്യ ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ അപകടം, തെറ്റായ ഒത്തിരി വ്യാജമായ ആശ്വാസം കൊടുക്കുന്ന പ്രസംഗന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, പുതിയ നിയമത്തിൽ ശരിക്കും കർത്താവ് പറഞ്ഞു നിങ്ങളെല്ലാവരും സഹോദരന്മാരാ, ആരും പിതാവെന്നോ നായകനൊന്നും പേരെടുക്കരുത്. ഒരുവനത്ര നിങ്ങളുടെ നായകൻ, ഒരുവനത്ര നിങ്ങളുടെ പിതാവ്. പക്ഷെ മറ്റ് നാമോദയ സഭകളിൽ കാണുന്ന പോലെ ഈ വിശ്വാസ ഗോളം എന്ന് പറയുന്നിടത്തും ഒരു വേർതിരിവ് വരുന്ന വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. സ്റ്റേജിലിരിക്കുന്ന ബഹുമാന്യരായ കർത്തദാസന്മാർക്കും സദസ്സിലിരിക്കുന്ന ഒരു ബഹുമാനമില്ലാത്ത വിശ്വാസികൾക്കും. പക്ഷെ റോമർ 6:22 എന്താ പറയുന്നത്? റോമർ 6:22 ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുക. അല്ലെ, അവിടെ ദൈവത്തിന്റെ ദാസന്മാർ എന്നുള്ള പദപ്രയോഗം വരുന്നുണ്ട്. ഇന്ന് ദൈവദാസൻ എന്ന് പറഞ്ഞ ഉടനെ ഒരു സാധാരണ വിശ്വാസിക്ക് ചിന്ത വരുന്നത് എന്താ? കറുത്ത പാന്റും വെളുത്ത ഫുൾ കെ ഷർട്ടൊക്കെ ഇട്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഒരു ബൈബിളൊക്കെ പിടിച്ച് നടക്കുന്ന ആളാണ് ദൈവദാസൻ. പക്ഷെ ദൈവദാസൻ ആരാ? ദൈവദാസൻ എന്നാണ് പറയുന്നത്. റോമർ 6:12 നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വചനമാണ്. റോമാലേഖനം 6-22 വാക്യം, 12 അല്ല 22 വാക്യം. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകും. അപ്പൊ ആരാ ദൈവത്തിന്റെ ദാസൻ? ദൈവവചന പ്രകാരം ആരാ ദൈവത്തിന്റെ ദാസൻ? ഈ ബാഹ്യ തലത്തിലുള്ള ഒരു വസ്ത്രധാരണമോ ഇതൊന്നും കണ്ടിട്ടല്ല പറയേണ്ടേ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവനാണ് ദൈവത്തിന്റെ ദാസൻ.
പിന്നെ രണ്ടാമത്തെ ഒരു പദപ്രയോഗമാണ് കർത്തൃദാസൻ, അല്ലെ? ശ്രേഷ്ഠ കർത്തൃദാസന്മാർക്കൊന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. പക്ഷേ കർത്തൃദാസനോടുള്ള ബന്ധത്തില് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അവിടെ കർത്താവിന്റെ ദാസൻ എന്നുള്ളത് 2-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. കർത്താവിന്റെ ദാസനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ ദാസൻ ശണ്ടയിടാത്തവനായിരിക്കണം, എല്ലാവരോടും ശാന്തനും, ഉപദേശിപ്പാൻ സമർത്ഥനും, ദോഷം സഹിക്കുന്നതിനത്രേ ഇരിക്കേണ്ടതിന്. അപ്പൊ ഒരു കർത്താവിന്റെ ദാസന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാ. ഒന്നാമത് ശണ്ടയിടത്തില്ല, ശാന്തനായിരിക്കും, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കും, ദോഷം സഹിക്കുന്നവനായിരിക്കും. ഈ യൂണിഫോം കൊണ്ടല്ല ഒരു കർത്താവിന്റെ ദാസനെ അല്ലെ ദൈവത്തിന്റെ ദാസനെ തിരിച്ചറിയുന്നത്, ഫലം കൊണ്ടാണ്. ശരിക്കും പുതിയ നിയമത്തിലെ എല്ലാ വിശ്വാസികൾക്കും ഉള്ളൊരു പദവിയാണ് ദൈവത്തിന്റെ ദാസൻ എന്നുള്ള പദവി. പക്ഷെ ഇന്ന് മറ്റ് നാമോദയ സഭകളിലുള്ളതുപോലെ ഒരു വേർതിരിവ് വരുന്നുണ്ട്. ഒരു കൂട്ടര് ദൈവദാസന്മാരും കർത്തൃദാസന്മാരും, ബാക്കിയുള്ളവരോ സാധാരണ വിശ്വാസികള്. നമുക്കറിയാം കർത്താവിന്റെ കാലഘട്ടത്തില് കർത്താവിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ സ്ഥിരം കാണുന്നവർക്ക് സാധ്യമല്ലായിരുന്നു. ഒറ്റിക്കൊടുക്കാൻ ഒരാളുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇവനാണ് യേശു എന്ന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. വസ്ത്രധാരണത്തിലോ മറ്റു കാര്യങ്ങളിലൊന്നും മറ്റ് അപ്പോസ്തലന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ തിരിച്ചറിവ് വസ്ത്രധാരണത്തിലൂടെയാണ് കിട്ടുന്നത്. അതിന് കാരണം എന്താ? നമ്മൾ ഈ ഉപദേശത്തിന്റെ തലത്തിൽ നിന്ന് ഒത്തിരി തെറ്റിപ്പോകുന്നുണ്ട്. ഒരിക്കല് പണ്ട് ആയിരുന്ന സഭയിലുള്ള ഒരു ആള് പറഞ്ഞൊരു കാര്യം ഓർക്കുക. ഈ വചനം പഠിക്കുകയും ഉപദേശം പഠിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ചുമതലയൊക്കെ പാസ്റ്റർമാർക്കുള്ളതാണ്. അതൊക്കെ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, അവര് വേണേ ഇത് ചെയ്തോണം. പക്ഷേ ഈ ഉപദേശത്തിന്റെ ലക്ഷ്യം എന്താ? നിങ്ങൾ റോമർ 6 തന്നെ, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. അത് പാസ്റ്റർമാർക്ക് മാത്രം പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ മതിയോ? ഇല്ല, നമ്മുടെ ഉള്ളിൽ അങ്ങനെ സാവകാശം ഇങ്ങനത്തെ ചില ചിന്തകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. എൽഡേഴ്സ് എല്ലാത്തിനും മാതൃകയായിരിക്കണം, അത് സത്യമാണ്. പക്ഷെ ഈ എൽഡേഴ്സും സഹോദരന്മാരും എല്ലാവരും ഒരുപോലെയാ, എല്ലാവരും മാതൃകയായിരിക്കണം. സാധാരണ നമ്മളെ പറയും നമുക്ക് ഇച്ചിരിയൊക്കെ കുറവൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ പൊറുക്കപ്പെടുന്ന. പക്ഷെ എൽഡേഴ്സിന് ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല. കൊലോസ്യ ലേഖനത്തില് അതിനോടുള്ള ബന്ധത്തില് ഇങ്ങനൊരു വചനം നമ്മൾ വായിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തില് സാവകാശം നമ്മുടെ ഉള്ളിൽ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. 18-ാമത്തെ വാക്യം 2:18 താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച്. ഈ ദൂതന്മാരെന്ന് പറഞ്ഞാൽ ആരാ? സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരാ. ഒരു വ്യാജമായ താഴ്മ നമ്മുടെ മുമ്പിൽ നടക്കുന്നവരെ ആരാധിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇപ്പൊ നമുക്കറിയാം മറ്റ് നാമോദയ സഭകളിലെല്ലാം അവരുടെ നേതാക്കന്മാരെ അവർ ദൈവത്തെ പോലെയാ കാണുന്നത്. അവർ അഭിസംബോധന ഇങ്ങനെ, ആരാധ്യനായ ഇന്നയാള്. നമുക്കറിയാം ആരാധ്യനായ ഒരാളേ ഉള്ളൂ, ദൈവം, വേറെ ആരുമില്ല. പക്ഷെ അവരുടെ അഭിസംബോധന പോലും അങ്ങനെ വരുന്നുണ്ട്. ആരാധ്യനായ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ, അല്ലേ കർത്തനാൾ ഇന്നയാള്. അവിടെ തന്നെ ഒരു വഞ്ചനയുണ്ട്. ഒറ്റയാളെ ആരാധ്യനുള്ളൂ. പക്ഷെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിരുന്നു. ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുതെന്നുള്ള കൽപ്പന അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ദാനിയേലിനെതിരായിട്ട് അവർ ആലോചന നടത്തി ഇതിനെ നമസ്കരിക്കണം, അതിനോടല്ലാണ്ട് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിടത്ത് ദാനിയേൽ എന്താ ചെയ്തത്? താൻ ചെയ്തു വരുന്ന പോലെ
തന്റെ കിളിവാതിൽ യെരൂശലേമിനെ തുറന്നിട്ട് 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അന്നേരം ദാനിയേലിന് ഇതിനായിട്ട് പരാതി വന്നു, വേറൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ദാനിയേൽ അവിടെ ഒരേപോലെ നിന്നു. ചന്ദ്രകമേശിക്ക് അഭേന്ദ്രവും അവരും അത് തന്നെ ചെയ്തു. ഈ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലേലും. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വഞ്ചനയിൽ അകപ്പെട്ടിട്ട് നമുക്ക് ഈ നമ്മുടെ മുമ്പിൽ നടക്കുന്നവരോട് ഒരു ആരാധന മനോഭാവം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ബഹുമാനം വേണം, പക്ഷെ ആരാധന മനോഭാവം ഒരിക്കലും ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ വരാൻ പാടില്ല. സാത്താൻ എപ്പോഴും നമ്മളെ തെറ്റിക്കുന്ന ആ ഒരു തലത്തിലാണ്. അവൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ആരാധനയാണ്. ഇനി അവനെ ആരാധിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇല്ല പോലും അവന്റെ ഏജന്റുമാരെ ആരാധിച്ചാലും മതി. അതുകൊണ്ടാണ് കർത്താവിനോട് അവൻ പറഞ്ഞ്, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്ന എല്ലാം നിനക്ക് തരാം. നമുക്കൊരിക്കലും നമ്മുടെ മുമ്പിൽ നടക്കുന്നവരോടുള്ള ബന്ധത്തിൽ നമുക്ക് അവരെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്, നമ്മൾ അവരെ സ്നേഹിക്കുന്നു. പക്ഷെ ഒരു കാരണവശാലും ഒരു ആരാധന മനോഭാവത്തിലേക്ക് പോകാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ ചെന്നപ്പം അവിടെ ഇച്ചിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ചെന്നപ്പം ഞാൻ ചില സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടതിന്റെ പേരിൽ എന്നോട് പറഞ്ഞു, ചില അവിടുത്തെ സഹോദരന്മാർ പറഞ്ഞു, ജോസ് ബ്രദർ മുമ്പ് വരുമ്പോൾ ഞങ്ങൾ ദൈവത്തെ പോലെയാണ് കണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാന്ന് പറഞ്ഞു. ദൈവത്തോട് സമനാക്കാനായിട്ടാണ് എപ്പോഴും സാത്താൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, സാധാരണ മനുഷ്യന്റെ മനോഭാവം അത്. പൗലോസ് അപ്പോസ്തലൻ കപ്പൽച്ചേതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു വിറകുള്ളി എടുത്തിരുമ്പം അവന്റെ കയ്യെ പാമ്പ് കടിച്ചുകൊണ്ട് അവരെന്താ പറഞ്ഞേ, ഒമ്പടാ ഇവൻ തനിപ്പാവിയ, ദൈവൻ ഇവിടുന്ന് കടലിൽ നിന്ന് രക്ഷപ്പെടും, നീതിദേവത ഇവനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല. അവർ നോക്കിയിരിക്കുക, ഇവൻ ചാത്തി വീഴുന്നു, പക്ഷെ ഒന്നും സംഭവിക്കുന്നത് കണ്ടുകൊണ്ട് ഇവരെന്താ ആർത്തെ, ഇവനൊരു ദേവനാ. പെട്ടെന്ന് അവരുടെ മനോഭാവം മാറ്റി. ഇവൻ ഭയങ്കര കുഴപ്പക്കാരനെന്ന് പറഞ്ഞവർ ഇവന്റെ ദേവനാണ്. അതെല്ലാം നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്നതാണ്. ഒരു ആത്മാവിൽ ക്രിസ്തുവിലിരിക്കുന്ന ഒരാൾക്ക് അവൻ ആരാധന ഒറ്റയാളോടെ ഉള്ളൂ, ദൈവത്തോട് മാത്രം. മറ്റൊരു മനുഷ്യനോട് ഒരു ആരാധന മനോഭാവമില്ല. നമ്മളവരെ ബഹുമാനിക്കും. ദൈവം പറയുന്ന എല്ലാവരെയും ബഹുമാനിപ്പീൻ. അവരുടെ വിശ്വാസം പിന്തുടരാൻ പറയുന്നുണ്ട്, അവരെ കരുതാൻ പറയുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ആരാധിക്കാൻ പറയുന്നില്ല. ഇന്നത്തെ നമ്മുടെ വിശ്വാസഗോളം എന്ന് പറയുന്നിടത്തും ഞാൻ കണ്ടെത്തിയൊരു കാര്യം, ഈ പറഞ്ഞ ഒരു കുറച്ചു പേരെ, ഒരു ഗ്രൂപ്പിനെ തങ്ങളെക്കാളൊക്കെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരിക. ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല, പക്ഷെ ഇന്നയാൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. പക്ഷേ ദൈവമക്കളെന്നുള്ള നിലയിൽ വീണ്ടും ജനിച്ച എല്ലാവരോടുള്ള ബന്ധത്തിലും ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ചില 10-20 വയസ്സായ പിള്ളേർ നമ്മൾ സംസാരിക്കുന്നതാണോ, സംസാരിക്കാൻ പഠിക്കുന്ന കൊച്ചു പിള്ളേർ സംസാരിക്കുന്നതാണോ നമുക്ക് ഇഷ്ടം? നമ്മൾ ആസ്വദിക്കുന്ന ഏതാ? നമ്മുടെ പ്രവേശിന്റെ മോൻ സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ ആസ്വദിക്കാറുണ്ട്. പുള്ളിയുടെ ആ കൊഞ്ചയും അവ്യക്തമാ, അത് ഭയങ്കര സന്തോഷം നൽകുന്നതാ. നമുക്ക് അതിനെക്കുറിച്ചൊരു പരാതിയില്ല, വെറുപ്പുമില്ല, അത് കേൾക്കുന്നവർ നമുക്ക് ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിന് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന കേൾക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചിന്തിക്കുന്നത്, ഞാന് പ്രാർത്ഥിച്ചാലൊന്നും ദൈവം അങ്ങനെ കേൾക്കത്തില്ല, അതേസമയം മൂപ്പന്മാരൊക്കെ പ്രാർത്ഥിച്ച. പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന നമ്മളൊരു പാടി പാടാറില്ല, തന്റെ കുഞ്ഞുങ്ങളിൽ പ്രിയ കൊഞ്ഞെ എന്നാകിലും കുറ്റം നോക്കുന്നില്ല താൻ. അവനതാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ദൈവത്തിലേക്ക് ചെല്ലണമെന്നുള്ള ഒരു ദാഹം ദൈവത്തിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ സാത്താൻ അതിനെ നമ്മളെ തെറ്റിച്ചിട്ട് നമ്മളെ ഒരു കുറ്റപ്പെടുത്തുന്ന ആത്മാവിലേക്ക് വന്ന് നമ്മളോട് പറയും, നീ മിണ്ടാണ്ടെന്നാ മതി, ഇന്നാരിന്നാരൊക്കെ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ. പക്ഷെ തെറ്റായ ധാരണ, ഇങ്ങനെ ഒത്തിരി തെറ്റായ ചിന്താഗതികളുണ്ട്. പക്ഷെ ഒരാൾ ക്രിസ്തുവിലാകുമ്പോൾ നമുക്കറിയാം, ക്രിസ്തുവിലാകുന്ന ഒരാൾക്കുള്ള പ്രത്യേകത, അതിനെക്കുറിച്ച് കൊലോസ്യരിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാം അധ്യായം 6-7 വാക്യങ്ങളാണ്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ, അവനിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിപ്പീൻ. അവനിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ച്. അപ്പൊ നമ്മൾ ദൈവത്തിൽ നിന്നും മുന്തിരിവള്ളിയുടെ രസം വലിച്ചെടുത്ത് കൊമ്പ് കായ്ക്കുന്ന പോലെ നമ്മൾ കർത്താവിന്റെ കൂട്ടായ്മയിൽ നടന്ന്
കർത്താവിൽ നിന്ന് അവനിൽ വേരൂന്നുക എന്ന് പറയുമ്പോൾ ആ വേര് ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ത്? ഒരു വൃക്ഷത്തിന്റെ ആവശ്യമായ എല്ലാം വേരാ വലിച്ചെടുക്കുന്നത്. വെള്ളവും വളവും ആ വൃക്ഷത്തെ നിലയ്ക്ക് നിർത്തുന്നതെല്ലാം ഈ വേര എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുന്നത് ക്രിസ്തുവിൽ വേരൂന്നുക എന്ന് പറഞ്ഞ വിശ്വാസത്താൽ നമ്മൾ അവനിൽ വസിച്ചുകൊണ്ട് അവനിൽ നിന്നുള്ളത് മാത്രം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയ വർധന വരുത്തുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ ഇരിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരിൽ നിന്നും നമുക്ക് ഉപദേശം കേൾക്കേണ്ട ആവശ്യമില്ല. ഉപദേശങ്ങളെ കുറിച്ച് മറ്റുള്ളവർ നമ്മളെ പഠിപ്പിക്കണം. അതിനാൽ ദൈവം സഭയിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ വെച്ചിരിക്കുന്നു. പക്ഷെ ദൈവത്തെ അറിയുന്ന കാര്യത്തിൽ അത് നമ്മൾ അവനിൽ വേരൂന്നുന്നതിന്റെ അനന്തര ഫലമായിട്ടാണ്. അവനിൽ വേരൂന്നിയും ആത്മീയവർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പീൻ. നമ്മൾ കർത്താവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുക. നമുക്കറിയാം, യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് എഴുതുന്നുണ്ട്. കുഞ്ഞിയോഹന്നാനെ, ഞങ്ങൾ എഴുതുന്നതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കൂട്ടായ്മ 1-ാം അധ്യായം പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. അപ്പൊ വ്യക്തിപരമായിട്ട് നമുക്ക് ദൈവമായിട്ട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റു സഹോദരന്മാരുള്ള ബന്ധത്തിൽ ഒരു യഥാർത്ഥ കൂട്ടായ്മ വരത്തുള്ളൂ. ഒരു ശരീരം എന്നുള്ള നിലയിൽ നമ്മളെ പണിയുന്നിടത്ത് ക്രിസ്തു തലയും നാം എല്ലാ അവയവങ്ങളുമാണ്. അപ്പൊ ക്രിസ്തുവാകുന്ന തലയുമായ ഒരു കൂട്ടായ്മ എനിക്കുണ്ടെങ്കിലേ എനിക്ക് സഭയിലുള്ള മറ്റുള്ളവരുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ തലയുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ ആത്മാവ് എന്നെ ഉപദേശിച്ച് നടത്തുന്നത്. റോമർ 8 നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ നമ്മുടെ ദിനംപ്രതിയുള്ള നടപ്പിൽ ഇതെല്ലാം നമ്മൾ തലയിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. കൊലോസ്യലേഖനത്തില് അതുകൊണ്ടാണ് അതിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ തുടർന്ന് താഴ്ത്തു വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്: താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന ആരും നിങ്ങളെ വിരുതെറ്റിക്കരുത്. തലയായവരിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. തലയുമായൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ കൂട്ടായ്മ വർദ്ധിക്കും തോറും നമുക്ക് സഹോദരന്മാരുള്ള ബന്ധത്തിലും കൂട്ടായ്മ കൂടിക്കൊണ്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ചില സഹോദരന്മാരുടെ കൂട്ടായ്മ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ദൈവമായിട്ട് കൂട്ടായ്മ ഇല്ലെന്നുള്ള. തലയുമായിട്ടൊരു ബന്ധം നമുക്ക് ഇല്ല. തലയുമായിട്ട് ബന്ധമുള്ളവരെ അവയവത്തിലേക്ക് തലയിൽ നിന്ന് എല്ലാം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഞരമ്പുകളിലൂടെ രക്തവും പോഷണവും എല്ലാം ഒഴുകിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ പോലെയാ. അപ്പം പ്രാഥമികമായിട്ട് യോഹന്നാൻ 17:3 കർത്താവ് പറഞ്ഞ്, ഏകസത്യവുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ തലയുമായുള്ള ഒരു സജീവ ബന്ധത്തിലേക്ക് വരുന്ന പ്രാഥമിക നടപടി. ഇപ്പൊ തലയിൽ നിന്നാണ് നിർദ്ദേശങ്ങളെല്ലാം കിട്ടുന്നത്. പക്ഷെ മോളിൽ പറഞ്ഞ കൂട്ടരോടുള്ള ബന്ധത്തിൽ ഒരു ജഡമനസ്സിൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. അപ്പൊ നമ്മൾ ഈ ക്രിസ്തുവിൽ ഇരിക്കുക. റോമർ 8 നമ്മളതാ വായിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇപ്പൊ ഒരിക്കലും സാഗ്ര ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ബുക്കിനകത്ത് നമ്മളൊരു പേപ്പർ വെച്ച്, ഒരു ബുക്കിനകത്ത്, അപ്പൊ ആ ബുക്ക് എവിടെയൊക്കെ പോവോ അവിടെ എല്ലാം ഈ പേപ്പറും പോകും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ക്രിസ്തുവിൽ ഇരിക്കുന്നിടത്ത് നമ്മൾ ക്രിസ്തുവിൽ വളർന്നുകൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും നമ്മൾ വിശ്വാസത്തിൽ നിന്ന്, അതാണ് നമ്മൾ ഗലാത്യർ 5 അത് വായിച്ചേ, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ക്രിസ്തുവിനോട് വേറിട്ട് പോയി. ആ അകത്ത് പുസ്തകത്തിന്റെ ഉള്ളിൽ വെച്ച പേപ്പർ അതിനകത്ത് ഇത് പോയി. നമ്മൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി. ഇപ്പൊ കൃപ അവനിലാ കൃപയുള്ളത്, നമുക്കറിയാം അതിനെക്കുറിച്ച്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവനിൽ വസിക്കുന്ന ഒരാൾക്ക് എന്തുണ്ട്? കൃപയുണ്ട്. അവനിൽ വസിക്കുന്നവർക്കേ ഉള്ളൂ. തലയുമായുള്ള സജീവ ബന്ധമുള്ള ഒരാൾ എപ്പോഴും കൃപ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ക്രിസ്തുവിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ കൃപയിലാണ് ജീവിക്കുന്നത്, വിശ്വാസത്താൽ. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ ഈ വാക്യങ്ങളൊക്കെ അങ്ങനെ ഉപരിതലത്തിലൂടെ പോകരുത്. അപ്പൊ ഈ
ഇതിനിടയ്ക്ക് കുറച്ച് സമയം ഞങ്ങളൊരു വെള്ളം കുടിക്കാൻ പോയി. എൻ്റെ ഒരാളെൻ്റെ അടുത്ത് നിന്ന് പരിചയപ്പെട്ടു, രഘോസാക്ഷിക്കാരനാണ്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, അപ്പൊ നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ വേദപുസ്തകത്തിലുള്ള വാക്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ സംസാരിച്ച ഒരാൾ പോലും ഈ വേദപുസ്തകം വെച്ചല്ല പറഞ്ഞത്. അവരിങ്ങനെ എന്തൊക്കെയോ പുറമേയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾ സംസാരിച്ചതൊക്കെ ബൈബിളിൽ നിന്നാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ആധാരം ദൈവത്തിന്റെ വചനമായിരിക്കണം. മറ്റേ നമ്മുടെ ചിന്തകളിൽ നിന്ന് ഒത്തിരി മനോഹരമായ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നു, ജഡമനസ്സിൽ വെറുതെ ചേർക്കുമ്പോൾ നമ്മൾ പറയുന്ന പല ഏറ്റുപറച്ചിലുകളും ആഴമുള്ളതായിരിക്കത്തില്ല, വെറുതെ പറയുന്നതായിരിക്കും, അർത്ഥമാക്കിയായിരിക്കും നമ്മൾ പറയുന്നത്. പാട്ട് പാടുമ്പം നമ്മൾ അർത്ഥമാക്കിയാണോ പാടാറുള്ളത്? പലപ്പോഴും നമ്മൾ ഈ ഉപരിതലത്തിൽ ജീവിക്കുന്നവർ, അതിനെക്കുറിച്ച് ദൈവം ബാഹ്യന്മാർ എന്നാ പറയുന്നത്. ബാഹ്യന്മാർ, അത് 2 Timotheus 3:6 പറഞ്ഞിരിക്കുന്ന 5 പറഞ്ഞ് തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. ബാഹ്യന്മാരെന്ന് പറഞ്ഞ ആഴത്തിൽ വേരില്ലാത്തവരാണ്. പുറമേ കാണുന്ന ഒരു ഭക്തിയുടെ വേഷം, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ തെറ്റിക്കുന്നവരായിരിക്കും. നമ്മൾ സാധാരണ ഒരു പഴയ പാട്ടുണ്ട്, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിനും. പഴയ പാട്ടാ. അപ്പൊ പാടുമ്പോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, ശരിയാണോ ഞാൻ പാടുന്നത്? എനിക്ക് കാന്തനെ കാണാൻ ആർത്തി വളരുന്നുണ്ടോ? ആർത്തി വളരുന്നില്ല, നമ്മൾ എന്താ ചെയ്യേണ്ടേ? അത് പാടാതെ ഇരിക്കണം. ഇത് കർത്താവിനോട് പറയണം, കർത്താവേ, ഈ പാട്ടിൽ ഞാൻ പാടുന്ന പോലെ എനിക്കങ്ങനെ ആർത്തിയൊന്നും വളരുന്നില്ല കർത്താവേ, നീ എനിക്ക് ആർത്തി ഉള്ളവനാക്കി എന്നെ തീർക്കണം. നമ്മൾ പാട്ടുകൾ പാടുമ്പോൾ പോലും ഈ ബാഹ്യതലത്തിലാണ് പോകുന്നത്. അതിന്റെ ആന്തരിക അർത്ഥം ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ നമ്മളെ അതിന്റെ വെളിച്ചത്തിൽ വിധിക്കുകയോ ചെയ്യാറുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഈ വചനം കേട്ടിട്ട് നമുക്ക് നമ്മളെ തന്നെ ചതിക്കാൻ പറ്റും. എങ്ങനെയാ അത്? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ തന്നെ അതിനോടൊരു നിസ്സംഗത മനോഭാവത്തോടെ നമുക്ക് പ്രതികരിക്കാൻ കഴിയും. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം, എൻ്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുകയും ചെയ്യുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അപ്പൊ നമ്മളത് ധ്യാനിച്ച് കേൾക്കുകയും അല്ലെ പാടുകയും ചെയ്യുന്നിടത്ത് നമുക്ക് എന്തുണ്ടാകും? ഒരു വിറ വരാൻ തുടങ്ങും. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് കർത്താവ്, ഞാൻ എത്ര അകലെയാണ്, ഞാനിതൊന്നും എൻ്റെ ആന്തരിക ജീവിതത്തിൽ ഇതൊന്നും ഇല്ല കർത്താവേ. പുറമെ ഞാൻ ഈ പാടുകയും പറയുകയൊക്കെ ചെയ്യുന്നത് വെറും അർത്ഥശൂന്യമായ വാക്കുകളാണല്ലോ എന്ന് ഓർത്ത് നമുക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു മനസ്സ് ലഭിക്കുകയാണ് നമ്മൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ സാത്താൻ പലപ്പോഴും സമ്മതിക്കാറില്ല. നമ്മൾ ഒഴുക്കിനൊത്ത് നീന്തുന്ന പോലെ എല്ലാവരും പാടുന്ന കൂട്ടത്തിൽ നമ്മളും ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മള് പുതിയ പാട്ടുകളിലൊന്നും ഇങ്ങനെ പാടാറുണ്ട്, മൃത്യുവിൻ ദാസ്യത്തിൽ നിന്നെന്റെ ആത്മാവിത സ്വതന്ത്രമായി കർത്തൻ സ്വയം വെളിപ്പെടുത്തി, എനിക്കിത് മഹാഭാഗ്യം, എൻ ഹൃത്തിൽ സൂര്യൻ പ്രകാശിപ്പൂ, ഭോജനം യേശുവിൻ മേശയിൽ. അവിടെ പറയുന്നേ, നമ്മൾ ആ പാട്ടൊക്കെ പാടുമ്പോൾ യഥാർത്ഥം നമ്മുടെ ആത്മാവ് മൃത്യുവിന്റെ ദാസ്യത്തിൽ നിന്ന് സ്വതന്ത്രമായ, നമ്മള് നീതിയുടെ ദാസന്മാരായി തീർന്നു. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നമ്മൾ ആ പാട്ട് പാടുമ്പോൾ അർത്ഥമാക്കുന്നത് അതാണ്, ഞാൻ പാപത്തിന്റെ ദാസിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, ഞാൻ നീതിയുടെ ദാസനായി തീർന്നു. അല്ലെങ്കിൽ ആദാമ്യ സ്വഭാവത്തിൽ നിന്ന്, ജഡത്തിന്റെ സ്വഭാവങ്ങളിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ഞാൻ അനുരൂപപ്പെടാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഒരു വളർച്ച, ഒരു പൂർണ്ണതയല്ല ഉദ്ദേശിക്കുന്നത്, പെർഫെക്ഷൻ അല്ല. നമ്മുടെ ബാംഗ്ലൂർ ചർച്ചിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ട്, ലെറ്റ് us press on to perfection. പൂർണ്ണതയിലേക്ക് നമുക്ക് ഓടാം. നമ്മുടെ ഒരു ഓട്ടത്തിലായിരിക്കുന്നത് അല്ലേ? അപ്പോസ്തലൻ പറഞ്ഞ പോലെ നമ്മളൊരു ഓട്ടത്തിലായിരിക്കുന്നത്. നമ്മൾ ജയിച്ചു എന്ന് പറയുന്നില്ല, പക്ഷെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഒരു പാട്ടി നമ്മൾ പാടാറില്ല, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തായത് എനിക്ക് എത്ര ആനന്ദം. നമ്മൾ അങ്ങനത്തെ ഒരു ഓട്ടമാണോ? കർത്താവ് ഓടുന്തോറും സംഭവിക്കുന്ന ഒരു കാര്യം, കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നമ്മൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ മുമ്പോട്ട് പോകുന്നതോറും, ഓരോ ദിവസം കഴിയും തോറും കർത്താവിന്റെ ആ നാമം നമുക്ക് ഒത്തിരി മാധുര്യമുള്ള ഒന്നായി തീർന്നുകൊണ്ടിരിക്കും.
2 തിമോഥെയോസ് 2:20 നമ്മളിങ്ങനെ വായിക്കുന്നത്, കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നാകുന്നു അതിന്റെ മുദ്ര. 2 തിമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തില് 19-ാം വാക്യം, 20-19. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നതിനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. നമ്മൾ ദിനംതോറും അനീതിയിൽ നിന്ന്, അല്ലെ പാപത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നുണ്ട്. നമ്മള് CMC ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉപദേശം ഇതാണ്. മത്തായി 1:21, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കും. പാപം ക്ഷമിക്കുക മാത്രമല്ല, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അല്ലെ, മറ്റാരും അത് വിശ്വസിക്കുന്നില്ല. അവരെല്ലാം പാപം ക്ഷമിക്കുന്നു എന്നാണ്. പാപത്തിൽ നിന്നൊരു വിടുതലുണ്ട്. അല്ലെ, പാപത്തെ ജയിക്കാമെന്ന് പറയുമ്പോഴേ അവർ പറയും ദുരുപദേശകന്മാരാന്ന് പറയും. പക്ഷെ CMC എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നതാ. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പുറമേയുള്ളവൻ ആദാമ്യമായത് ക്ഷയിക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് എനിക്ക് അറിവ് തന്നപോലെ എൻ്റെ ഈ കൂടാരം പൊളിവാൻ അടുത്തിരിക്കുന്നു. നമുക്കറിയാം, ഒരു മുട്ട എപ്പോഴാ പൊട്ടുന്നേ? അടക്കി വെച്ച് അതിൻ്റെ ഉള്ളിലെ കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തുമ്പോഴാണ്. പിന്നെന്താ സംഭവിക്കുന്നത്? ആ മുട്ട പൊട്ടി കുഞ്ഞ് പുറത്തു വരും. അപ്പോസ്തലൻ അതാ പറഞ്ഞേ, എൻ്റെ ഈ കൂടാരം അഴിഞ്ഞു പോവാൻ അടുത്തിരിക്കുന്നു. നമ്മുടെ ആന്തരിക തലത്തിൽ ഈ അകത്തെ മനുഷ്യൻ വളർന്നു 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 വന്നിട്ടാണ് ആ പൂർണ്ണ വളർച്ച എത്തുമ്പോഴാണ് നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ 15 വെല്ലുവിളിച്ച്, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ, ഹേ പാതാളമേ നിന്റെ ജയമെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അപ്പോസ്തലൻ പൗലോസും പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ഇരിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വർധന വരുന്നുണ്ട്. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഭയമാണോ സന്തോഷമാണ്? യഥാർത്ഥ ദൈവം ഇതിന്, ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് മരണമെന്ന് പറയുന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ? സങ്കീർത്തനം 73:25 സങ്കീർത്തനക്കാരൻ പറഞ്ഞു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പാടുമ്പോൾ ഇങ്ങനെ പാടാൻ, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതന്റെ സന്നിധി ചേർന്നാൽ മതി. പക്ഷെ ആ പാട്ടൊക്കെ ബാഹ്യമായ തലത്തിലുള്ളതാ. ഹൃദയത്തിൽ അന്നേരം എന്താ പറയുന്നത്? കർത്താവ് നീ പെട്ടെന്നൊന്നും വരില്ലേ. യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിലെ തിടുക്കം മുഴുവൻ അവൻ കർത്താവെ വേഗം വരണമെന്നുള്ളത്. കാരണം എന്താ? ഈ ലോകം അവർക്ക് യോഗ്യമല്ല. യഥാർത്ഥ വേർപാടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകും തോറും ലോകം അവർക്ക് കൂടുതൽ കൂടുതൽ വെറുപ്പുള്ള ഒരു സാധനമായി തീർന്നുകൊണ്ടേയിരിക്കും. ലോകം എന്ന് പറയുമ്പോൾ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അവന്റെ ആശ മുഴുവൻ കാന്തനെ കാണാനായിട്ടായിരിക്കും. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു യുവതിയും യുവാവും വിവാഹ ദിവസത്തെ കാത്തിരിക്കുന്ന പോലെയാണ്. അടുക്കും തോറും അവർക്ക് സന്തോഷം കൂടുകയാണ് ചെയ്യുന്നത്. കർത്താവിനെ കാണാൻ നമുക്ക് അങ്ങനത്തെ ഒരു ആർത്തിയുണ്ട്. അങ്ങനത്തെ ആർത്തിയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് ക്രിസ്തുവിൽ മരിക്കുന്നത് സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും. ക്രിസ്തുവിൽ ജനിച്ചു, ക്രിസ്തുവിൽ വളർന്ന് ആ വളർച്ചയുടെ പൂർത്തീകരണത്തിലെത്തി. കർത്താവ് 2 തരത്തിൽ അതിനെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനും അതീനും. വേറൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. റോമർ 8:28 തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക. അവന്റെ ജീവിതത്തിന്റെ ആശ മുഴുവൻ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിലെ ദാഹം കർത്താവിനോട് ഒപ്പമായിരിക്കുക എന്നുള്ളതായിരിക്കും. അവന്റെ ആന്തരിക ചെവി എപ്പോഴും കാഹളനാദത്തിന് വേണ്ടി കാത്തുകൊണ്ടേയിരിക്കും. അവന്റെ ഉള്ളിലെ ഏകാഗ്രത മുഴുവൻ ആ ശബ്ദം കേൾക്കാനാണ്.
ഈ ലോകത്തിലെ എല്ലാ ശബ്ദത്തിന്റെ മധ്യത്തിലും അവന്റെ ആന്തരിക ദാഹം ആ കാഹള ശബ്ദം കേൾക്കാനായിരിക്കും. നമ്മൾ തെസ്സലോനിക്കയിൽ വായിച്ചു വരാം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഇറക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിലെ ആശ മുഴുവൻ അതാണ്. ഓരോ ദിവസം കഴിയും തോറും കർത്താവിന്റെ വരവിനായിട്ടുള്ളൊരു ദാഹമായിരിക്കും. നമ്മളോട് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന അവന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നവരായിട്ട് ജീവിക്കാനാണ് പറയുന്നത്. അവന്റെ വരവിനെ ബന്ധപ്പെടുത്തിയും കൊണ്ട് എത്ര ഭക്തിയും ജീവനുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. സഹോദരന്മാർ, ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ഉറങ്ങുന്ന 5 കന്യമാരെ പോലാണോ അത് ഉണർന്നിരുന്ന 5 കന്യമാരെ പോലാണ്? കർത്താവ് വരുന്നുള്ള മണവാളം വരുന്നുള്ള ശബ്ദം കേട്ടപ്പെടുത്തേന് അവർ വിളക്കൊക്കെ തെളിയിച്ച് റെഡിയായി. അവരകത്ത് പ്രവേശിച്ചു. മറ്റുള്ളവരെ എണ്ണ ശേഖരിക്കാൻ പോയി നമ്മൾ വായിക്കുന്നു. ആന്തരിക ജീവനെ അത് കാണിക്കുന്നത്. ആന്തരിക ഭക്തി, ആന്തരികമായ ഏകാഗ്രത, നിർമ്മലത, വിശുദ്ധി. ആന്തരികമായിട്ട് നമ്മൾ എന്തുമാത്രം ശുദ്ധീകരണത്തിൽ വളരുന്നുണ്ട്, സ്നേഹത്തിൽ വളരുന്നുണ്ടെന്നുള്ളത് അതിൻ്റെ അടയാളം. നമ്മൾ സ്നേഹത്തിൽ വളരുമ്പോൾ ശുദ്ധീകരണത്തിൽ വളരുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എൻ്റെ ഉപദേശങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് മനസ്സിലാക്കാൻ ഭയങ്കര വിഷമം. പത്രോസ് അപ്പോസ്തലൻ അതാ പറയുന്നത്. നമ്മുടെ പ്രിയ സഹോദരനായ പത്രോസും ഇതിനെക്കുറിച്ച് താൻ എഴുതിയ സകല ലേഖനങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ല, പക്ഷെ അതിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ അപ്പോസ്തലന്റെ ഉപദേശം വളരെ സിമ്പിളാണ്. ഒറ്റ ലക്ഷണമേ ഉള്ളൂ: സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കും, സ്നേഹിക്കാത്തവൻ മരണത്തിലിരിക്കുന്നു. ക്ഷമിക്കാത്തവൻ, കരുണ കാണിക്കാത്തവൻ, ദോഷം കണക്കിടാതിരിക്കുന്നവൻ, അവൻ ദൈവത്തിൽ വളരുന്നുണ്ട്. മറ്റു ഉപദേശങ്ങളിലേക്കൊന്നും പോയി നമ്മൾ ആകെ തലപോയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഒത്തിരി കോംപ്ലിക്കേഷൻ ഒഴിവായി കിട്ടും. നമുക്ക് നമ്മളെ തന്നെ വിധിക്കാം. അതുകൊണ്ട് നമ്മൾ ഈ ബാഹ്യതലത്തിൽ നിൽക്കാതെ ഒന്നാമത്തെ റോമർ 8:1 അത് നമ്മൾ കാണാതെ പഠിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്തിന്റെ ബലഹീന നിമിത്തത്തിന് ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപനിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ച്, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾ ഇഷ്ടമായി ചെയ്യുന്ന പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഇപ്പോഴും അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ ജഡത്തിൽ വസിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല, ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നില്ല. 8:12 റോമർ 8:12 പറഞ്ഞ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കണം, ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നേ. നാം നമ്മുടെ പദപ്രയോഗമാണ് വരുന്നത്. പക്ഷെ 13 വരുമ്പോഴോ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. അവിടെ അപ്പോസ്തലൻ പറയുന്നത് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത്: ഞാൻ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നില്ല, ഞാൻ ജഡപ്രകാരം പോരാടുന്നില്ല. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. താൻ അതിൽ നിന്ന് ഒഴിവായി, താൻ ആ വഴി നടന്നോട്ടാ ഇത് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഈ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ നമ്മൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ആത്മാവിനാൽ ശരീരത്തെ കീഴടക്കുകയും ചെയ്തു. 1 കൊരിന്ത്യർ 9 അവസാന വാക്യത്തിൽ പൗലോസ് സദാ പറയുന്നത്: ഞാൻ ആകാശത്തെ കുത്തിക്കുന്നതല്ല മുഷിദ്ധം ചെയ്യുന്നത്, ഞാൻ തന്നെ പ്രസംഗിച്ച ശേഷം കൊളരാത്തനെ പോകാതിരിക്കുന്നതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എത്ര ചെയ്യുന്നു. ലിവിംഗ് വേൾ വളരെ സിമ്പിളായിട്ടാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. എന്റെ ശരീരം ഇച്ഛിക്കുന്നത് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്ന എന്റെ ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുക ചെയ്യും. അത് പൗലോസ് അപ്പോസ്തലൻ ധൈര്യമായിട്ട് റോമാലേഖനത്തിൽ പറയുന്നത്: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് മരിക്കുന്ന നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തനം മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നമുക്ക് വെല്ലുവിളിയെ സ്വീകരിക്കാം. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. ക്രിസ്തുവിൽ ജനിച്ചു, ക്രിസ്തുവിൽ വളർന്നു, ക്രിസ്തുവിൽ മരിച്ചു. അവനൊരു ഉറക്കമാണ്, ഒരു വിശ്രമത്തിലേക്കാണ് പ്രവേശിക്കും. ദാനിയേലോട് പറഞ്ഞ പോലെ, ദാനിയേല് പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിന് നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ലാസറിന്റെ മുമ്പിൽ നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു: ഇവൻ മരിച്ചിട്ടില്ല,
നിദ്ര കൊള്ളുകയത്രേ. യഥാർത്ഥത്തിൽ ദൈവത്തിൽ വസിക്കുന്ന ഒരാള് അവനൊരു ഉറക്കത്തിലേക്ക്, വിശ്രമത്തിലേക്കാ പോകുന്നത്. അന്ത്യകാഹളനാദത്തിങ്കൽ കൊലോസ്യർ 3 വായിക്കുന്നുണ്ട്, നാം മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പണ്ടാരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ എല്ലാ ഹൃദയത്തിൽ ശൂന്യതയുണ്ട്. അത് ദൈവത്തിന്റെ രൂപം അതിനുള്ള ശൂന്യതയ്ക്ക്. മറ്റൊന്നുകൊണ്ടും ആ ശൂന്യത നിർത്താൻ പറ്റത്തില്ല. ഒത്തിരി പേര് മദ്യം കൊണ്ട് പാപത്തിൽ ജീവിച്ചത് ഒരു സമാധാനം പ്രാപിക്കാനാണ് ശ്രമിക്കുക. അസാധ്യമാണ്. അതും കർത്താവ് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവനോ നിത്യവയിലേക്കുള്ള ഉറവയായിത്തീരും. ദൈവത്തിന് മാത്രമേ നമുക്ക് സ്വസ്ഥത തരാൻ കഴിയത്തുള്ളൂ. മത്തായി 11:29, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ തുകമേറ്റ് എന്നോട് പഠിപ്പിൻ, നിങ്ങളുടെ ആത്മാക്കൾക്ക് സ്വസ്ഥത കണ്ടെത്താൻ കഴിയും. നമ്മുടെ ഉള്ളിൽ തൃപ്തി വരുന്നത് ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തെ അനുസരിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ തൃപ്തരായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ ആലഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാണ്. ഒരു കണ്ടന്റ്മെന്റ്, ഒരു തൃപ്തി ഉണ്ടാവുക മനുഷ്യൻ. മറ്റേത് അസംതൃപ്തിയായിരിക്കും. പണത്തോടുള്ള ബന്ധത്തിലും അവന്റെ ദാഹം തീരത്തില്ല. പക്ഷെ കർത്താവിനെ കണ്ടുമുട്ടി കഴിയുമ്പം ആ ദാഹം തീരും. പണത്തോടുള്ള അവന്റെ ദാഹം അവസാനിക്കും. പണം ഉണ്ടാക്കുന്നില്ലെന്നല്ല, പക്ഷെ പണത്തിനാണ് ഒരു ദാഹം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ, അതങ്ങ് അവസാനിക്കും. നമ്മൾ തൃപ്തരായിത്തീരും. ഇബ്രായർ 15 ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും. ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് അവന്റെ എല്ലാ പരാതിയും പിറുപിറുപ്പെല്ലാം തീർന്നു പോയി. നമ്മൾ പാടാറില്ലേ, പാടാ സ്തോത്ര ഗീതങ്ങൾ ഇല്ലിനി പരാതികൾ. നമ്മളത് പാടാറുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് നോക്കിയേ, പല കാര്യങ്ങളും പരാതിയുള്ളവരാണ്. ഫിലിപ്പിയർ 2 വായിക്കുന്നു, സകലവും പിറുപിറുപ്പും പിറുപിറുപ്പും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്, വാദവും കൂടാതെ ചെയ്യുകയും. ഈ ദൈവഭക്തി, കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടി കർത്താവിൽ വേരൊന്നും തോറും. വേറൊരു പാട്ടിൽ നമ്മളിങ്ങനെ പാടാറുണ്ട്, ഈ ദാഹം തീർന്നു പോകും. നമ്മൾ കർത്താവിനെ അറിയും തോറും ഈ ലോകത്തോടുള്ള നമ്മുടെ ദാഹം കുറഞ്ഞുകൊണ്ടിരിക്കും. ലോകത്തിനായുള്ള, ജഡത്തിനായിട്ട്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപത്തിനുള്ള ദാഹം തീർന്നിട്ട് നമ്മളൊരു തൃപ്തിയിലേക്ക് വരും. ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ക്രിസ്തുവിൽ മരിക്കുന്ന അവർ ഭാഗ്യവാന്മാർ. ഇല്ലെങ്കിലും നമുക്ക് പ്രത്യാശയില്ലാത്തൊരു മരണമാണ് നമ്മൾ മരിക്കാൻ പോകുന്നത്. പുറമേ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ആന്തരികമായി മരണത്തെ വെല്ലുവിളിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടി പല ദൈവഭക്തന്മാരും ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇതാണോ മരണം? വളരെ നിസ്സാരമായിട്ട് അവരതിനെ നേരിട്ടു. അത് നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മരണത്തോടുള്ള ഭയം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ നമ്മുടെ സഭയിൽ ചോദിച്ചു, മരണത്തെ ഭയമില്ലാത്ത എത്ര പേരുണ്ട്? രണ്ടാമത് ചോദിച്ചു, സാത്താനെ പേടിയില്ലാത്ത എത്ര പേരുണ്ട്? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് മരണത്തെ ഭയമുണ്ട്. നാളെക്കുറിച്ച് വിചാരപ്പെടുമ്പോൾ, അല്ലെ നാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തോ ഒരു ഭീതിയും അസ്വസ്ഥയും നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ആളുടെ ഉള്ളിൽ എപ്പോഴും സാത്താൻ ഇങ്ങനെ ഒരു മരണഭീതി ഉളവായിക്കൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും പോകുമ്പം അപകടം പറ്റുമോ, അത് സംഭവിക്കും, ഇത് സംഭവിക്കും, എപ്പോഴും പേടിപ്പിച്ചോണ്ടായിരിക്കും. പക്ഷെ ഒരു ദൈവഭക്തനായ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഇതൊന്നും അവന് ഭയപ്പെടുത്തുന്നതല്ല. നമ്മൾ ഒരു പാട്ടി പാടാറില്ല, ദൈവകരത്തിൽ എല്ലാം പൂർണ്ണഭദ്രം. അവൻ ദൈവത്തിൽ വസിക്കുന്നത് കൊണ്ട് ഈ മരണത്തിന്റെ ഈ ഭയങ്ങൾക്കൊന്നും അവനെ തൊടാനായിട്ട് പറ്റത്തില്ല. അവൻ ചങ്കുറപ്പോടെയാണ് ഈ ഭയങ്ങളെല്ലാം നേരിടുന്നത്. ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. സാഗർ എപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് ദൈവത്തെ ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തെ ഭയമില്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഭയങ്ങൾക്ക് അടിമത്തത്തിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടാം. നമുക്ക് കർത്താവിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കാം. ക്രിസ്തുവിലായിരിക്കാനുള്ള ഒരു പോരാട്ടത്തിലായിരിക്കാം. ഒരിക്കലും ക്രിസ്തുവിനോട് വേറിട്ട് പോകാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നമ്മളൊരു പാട്ടിൽ മരണ യോർദാൻ കടക്കുമ്പോഴും അവിടെയും വിശ്വാസിക്കൊരു ഭയവും ഇല്ലെന്ന്.
എന്ന് പറഞ്ഞാൽ മരണത്തിലൂടെ കടന്നു പോകുമ്പോൾ അവന് ഭയമൊന്നുമില്ല, അവൻ സ്വസ്ഥനാ, അവൻ സന്തോഷവാനാ. അതിന്റെ കാരണം എന്താ? ഇതിനപ്പുറത്ത് കർത്താവിന്റെ സമീപത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇനി അവിടെ ഞാൻ ഇതുവരെ പ്രത്യാശിച്ച പോലെ, ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാമല്ലോ, നിത്യസ്വസ്ഥതയിലേക്ക്, നിത്യാനന്ദത്തിലേക്ക്, നിത്യസന്തോഷത്തിലേക്ക്, നിത്യസംതൃപ്തിയിലേക്ക് കടക്കാമല്ലോ എന്നുള്ള ഒരു അർച്ചാണ് അവനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രി നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മളായിരിക്കുമ്പോഴും കർത്താവിൻ്റെ അടുക്ക് ചെന്ന് പറയാം, കർത്താവ് ഇതൊക്കെ കൊണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയും നീറ്റലും പുകച്ചിലും ഭയവും വേദനയും ഭാരവും ഒക്കെ ഉണ്ട് കർത്താവ്. നിന്നെ കൊണ്ട് മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്ന കർത്താവ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിലേക്ക് ചെല്ലാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നേഹങ്ങളുടെ പിതാവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ഭൂമിയില് ഒരു ജയകരമായ ജീവൻ നയിപ്പാൻ അടികളെ അങ്ങ് തെരഞ്ഞെടുത്തല്ലോ കർത്താവ്. അതിന്റെ യഥാർത്ഥ അനുഭവത്തിലേക്ക് അടികളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വതന്ത്രരായി, സന്തോഷമുള്ളവരായി, ഭയമില്ലാത്തവരായി, പരാതിയില്ലാത്തവരായി, പിറുപിറുപ്പില്ലാത്തവരായി, ആത്മാവിൽ സ്വസ്ഥരായി അങ്ങേ അനുഗമിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് അടികളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അടികളെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവ്.